ഈശോയിൽ എത്രയും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം ഇന്ന് ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കാരണം 1971 ഇവിടെ ഒരു ദേവാലയം എന്നതിനേക്കാൾ കൂടുതൽ ചെറിയ വീടുണ്ടായിരുന്നു. അവിടെ കുർബാന തുടങ്ങി. 76 ഇത് ഇടവകയാക്കി ഉയർത്തി. 83 ഞാനിവിടെ വന്നു. എന്ന് വെച്ചാൽ 83 വന്നപ്പോഴൊരു വീടേ ഉള്ളൂ. ആ വീടിൻ്റെ വരാന്തയിലാണ് കുർബാനയിലേക്ക് കൊണ്ടിരുന്നത്. പ്രായമുള്ളവർ ഓർക്കുന്നുണ്ടാവും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ആൾക്കാർ നിൽക്കും. ആ വരാന്തയിൽ നിന്ന് കുർബാന എല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കകാലത്ത്. അതിനുശേഷം 83 അവസാനത്തോടുകൂടി ചെറിയൊരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം ആൾക്കാർക്കുണ്ടായി, എനിക്കുണ്ടായി. അപ്പം അങ്ങനെ പള്ളിപണിയുടെ ആലോചന വരികയും ചെറിയൊരു ദേവാലയം, ഈ ദേവാലയം തന്നെയാണത്, ഇത് പണിയുവാനായിട്ട് ഉള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 84 അതിൻ്റെ പണികൾ കുറച്ചൊക്കെ പൂർത്തിയാക്കി. ആ ഷീറ്റിട്ട് മേഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടുന്ന് പോയി. പിന്നെ അതിനുശേഷം പിറ്റേ വർഷം ഞാൻ കരുതുന്നത് അതിൻ്റെ വെഞ്ചരിപ്പ് നടക്കുന്നത്, ആദ്യത്തെ വെഞ്ചരിപ്പ് നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ ദേവാലയം പോലെ തന്നെ ഇരിക്കുന്നു, അല്ലേ? വന്നു കഴിയുമ്പോൾ എല്ലാം പുതുമയാണ്. പഴയത് അപ്രത്യക്ഷമായത് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതുപോലെ പുതിയ ഒരു ദേവാലയം പോലെ തന്നെ വളരെ മനോഹരമായിട്ടിത് സജ്ജീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അധികമൊന്നും ചെയ്യണ്ട, ഇവിടെ നിന്ന് കുർബാനയൊക്കെ ചൊല്ലി സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ അത് അനുസരിക്കാത്തതുകൊണ്ടല്ല, അത് നല്ല രീതിയിൽ ഈ ഇടവകയ്ക്ക് ആവശ്യമെന്ന് തോന്നിയത് കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ കരുതിയത് ചെറുതായിട്ടൊക്കെ നവീകരിക്കുള്ളൂ എന്ന് കരുതി. വന്നു നോക്കിയപ്പോഴാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഈ ദേവാലയം, ഇതിൻ്റെ കളറും അതുപോലെ തന്നെ വിശുദ്ധരുടെയൊക്കെ സ്റ്റാച്യു ഒക്കെ വളരെ ഭംഗിയായിരിക്കുന്നു. എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഷിൻഡോ ഇവിടെ ഇരിപ്പുണ്ട്. ഷിൻഡോയാണ് അതിൻ്റെ എല്ലാം പണികൾ നടത്തിയെന്ന് എനിക്കറിയാം. ഷിൻഡോയെ പണ്ട് മുതൽ അറിയുന്നയാളാണ്. അപ്പോൾ നമുക്ക് ഈ ദേവാലയം ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. ഓരോ കാലഘട്ടത്തിലും ഇവിടെ വരുന്ന വൈദികർ, ചെറിയ ഇടവകയെ നമുക്കറിയാം, 72 കുടുംബങ്ങളേ ഉള്ളൂ, കത്തോലിക്ക കുടുംബങ്ങൾ, അല്ലേ? അങ്ങനെയാണ് കണക്കിൽ കാണുന്നത്. പിന്നെ ആനയും കടുവയൊക്കെ ഇടയ്ക്ക് വരുന്നുമുണ്ട് ഇതിലേക്ക്, അതും കേൾക്കാറുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ഒരു ഇടവകയാണിത്. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ ഓർക്ക് ഈ റോഡൊന്നും ഒന്നില്ല. അന്ന് അങ്ങേ വശത്തുള്ള റോഡ് മാത്രമേ ഉള്ളൂ, മൺറോഡായിരുന്നത്. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതിൽ നടന്നു വന്ന് ഞാൻ പൈങ്കോട്ടിൽ നടന്നു വരികയായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തൊരു സൗകര്യങ്ങളാണെന്ന് നോക്കി. ഇവിടെ നല്ല പള്ളിമുറി, സെമിത്തേരി, അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതെല്ലാം ഉണ്ട് ഇപ്പം നമുക്ക്. ഒരു വലിയ ഇടവയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. നല്ല റോഡ്, വളരെ സൗകര്യമായ റോഡ്, എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകിയതാണ്. ഞാൻ ഓർക്കരുത്, ഇവിടെ ദേവാലയം വന്നപ്പോഴാണ് ഇതെല്ലാം ഈ പുരോഗതിക്ക് ഉണ്ടായത്, അല്ലേ? അതിനുമ്പൊന്നുമില്ലായിരുന്നു. അപ്പം ദേവാലയം വരുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകുമെന്നുള്ളതാണ്. ഇന്നത്തെ വായനയിൽ, ആദ്യത്തെ വായനയിലെ സ്വർഗീയ ജെറുസലമിനെ കുറിച്ച്, സ്വർഗീയ അനുഭവത്തെക്കുറിച്ചാണ് വെളിപാടിൻ്റെ പുസ്തകത്തിന് വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാര് പാടി സ്തുതിക്കുന്നു. ഇവിടെ ദേവാലയത്തിലെല്ലാം വരുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രദേശത്തേക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ചെറിയ ഇടവകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് അച്ഛന്മാർക്ക് വരാൻ കൂടുതൽ താല്പര്യമായിരിക്കും. കാരണം ഈ പള്ളിയെല്ലാം മനോഹരമാക്കി, നല്ല മുറിയുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു ഇടവകയാണിത്. ഇപ്പം നല്ല മനുഷ്യരാണെന്ന് പറയും, അല്ലേ? നല്ല മനുഷ്യരല്ലേ നിങ്ങൾ? വികേശം അങ്ങനെയുണ്ട് പറഞ്ഞു കേട്ടോ, നല്ല മനുഷ്യരാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചെന്നും പറഞ്ഞു.
ഞാൻ ഓർക്കിയത് ഇത്രയും പണി ചെയ്യണമെങ്കിൽ ഈ ചെറിയ ഇടവകയിൽ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അതെല്ലാം ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ചെയ്തതാണെന്ന് വികാരിച്ചൻ പറഞ്ഞത്. അപ്പം നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ഇടവകയെ സ്നേഹിക്കുന്നു, ഈ ദേവാലയത്തെ സ്നേഹിക്കുന്നു. അതിൻ്റെ അനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഈ പ്രദേശത്തിന് ലഭിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോ പറയുന്നുണ്ട്, ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഈശോ പറയുന്നുണ്ട്, ഈ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും. 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമ്പോൾ ചോദിക്കും, 46 സംവത്സരം എടുത്തു ജെറുസലേം ദേവാലയം പണിയാനായിട്ട്. 3 ദിവസം കൊണ്ട് എങ്ങനെ സാധിക്കും? അപ്പോൾ ഈശോ പറഞ്ഞെന്താണ്? ഈശോയുടെ ഉദ്ദേശം എന്തായിരുന്നു? തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം നമ്മിൽ വസിക്കുന്നു. ഈ ദൈവാലയത്തിൽ മാത്രമല്ല ദൈവം വസിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ട്. കാരണം എന്താണ്? ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. കുടുംബങ്ങളിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ദൈവമക്കളായിട്ട് വളരുന്നത്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. മക്കള് ദൈവമക്കളായിട്ട് വളരണമെങ്കിൽ അതിനുള്ള സാഹചര്യം കുടുംബങ്ങളിൽ ഉണ്ടാകണം. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ വസിക്കുന്ന മക്കൾ ദൈവമക്കളായി വളർന്നു വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നാം പ്രാർത്ഥനയോടെ ജീവിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, കുദാശകൾ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരും. പൗലോസ് പറയുന്നില്ലേ, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആ ഒരു ദൗത്യവും നമുക്കുണ്ട്. ഇന്ന് ഈ ദേവാലയം വെഞ്ചരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇവിടെ ബലികൾ അർപ്പിക്കുകയും പ്രാർത്ഥനകൾ ഉയരുകയും ചെയ്യുമ്പോൾ ഈ പ്രദേശം അനുഗ്രഹീതമായി തീരും. അങ്ങനെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ മുൻകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ഞാനുൾപ്പെടെയുള്ള മുൻ വികാരിമാരെയൊക്കെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം, പ്രാർത്ഥിക്കാം. കാഞ്ഞിരക്കൊമ്പിൽ ജോർജ് അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ കുർബാന ചൊല്ലിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ ആദ്യത്തെ വികാരിയായി വന്നത്. അതിനുശേഷം ഞാൻ പൈങ്ങോട്ടൂർ അസേന്തി ആയിരുന്നപ്പോഴാണ് ഇവിടെ വികാരിയായിട്ടും എനിക്ക് ആദ്യമായിട്ട് ഒരു വികാരി എന്ന നിലയിൽ ഈ ഇടവകയിൽ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയുന്നു. ആദ്യത്തെ ഒരു വികാരിത്വം എനിക്ക് ഈ ഇടവകയിലാണ് കിട്ടിയത്. അന്ന് അവിടെ അസേന്തിയും കൂടി ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് വിശുദ്ധി അർപ്പിക്കുകയും വലിയ സന്തോഷത്തോടു കൂടി ആളുകളെല്ലാം വലിയ സന്തോഷത്തോടു കൂടി അന്ന് കഴിഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഇന്നും ആ സന്തോഷം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വരുന്ന വികാരിയച്ഛന്മാരെ നിങ്ങൾ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ നന്മകളും ഈ പ്രദേശത്തിന് ലഭിക്കുവാനായി ഈ ദേവാലയത്തിലെ പ്രാർത്ഥനകൾ, വിശുദ്ധ ബലി, കുദാശകളെല്ലാം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന അച്ഛന്മാർ, പൊളച്ചനൊക്കെ വന്നിട്ടുണ്ട്. പൊളച്ചൻ ഇവിടെ നമ്മുടെ കടവനച്ഛൻ്റെ അവിടെ സ്കൂളിൽ മാനേജർ എന്ന നിലയിൽ അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ ജണ്ടാളച്ചനുണ്ടായിരുന്നു, മലയക്കണ്ടത്തച്ഛനുണ്ടായിരുന്നു, കൊടകലിച്ചനുണ്ടായിരുന്നു, ഫൊറൻ വികാരിച്ചനുണ്ടായിരുന്നു. ഈ അടുത്തുള്ള പള്ളികളിലെ വികാരിച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ അച്ഛന്മാരുടെയും ഒരു സിസ്റ്റേഴ്സ് പല കോൺഗ്രിഗേഷൻകാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു കോൺഗ്രിഗേഷനും ഇല്ല, പക്ഷെ പല കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ നല്ല ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ വിശുദ്ധി അർപ്പിക്കുവാനായിട്ട് ഈ ദേവാലയം തീർച്ചയായിട്ടും നമുക്ക് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഇടമായി തീരട്ടെ. കുർബാനയിൽ കഴിയുന്നതും ഇവിടെ അടുത്താണ്, വീടുകളിൽ അടുത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കഴിയുന്ന എല്ലാ ദിവസവും ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുട്ടികളെയും കൊണ്ടുവരുന്നത് നല്ലതാണ്. രാവിലെ കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് പോകാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഈ ആലയം ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഇടമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും